പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിലൂടെയാണ് കേട്ടോ ഞാനിപ്പോൾ കടന്നു പോകുന്നത്. പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഞാൻ ഇത്രയ്ക്കൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത്. എൻ്റെ ഈ ഒരു പ്രഗ്നൻസി ജേർണിയിൽ എന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന 2 കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ഒന്ന് ഛർദിയും, രണ്ടാമത്തേത് ക്ഷീണവും. കാലത്തൊരു 6:30 ആകുമ്പോഴൊക്കെ തുടങ്ങും കേട്ടോ ഛർദി എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടറോടൊക്കെ ചോദിച്ചപ്പോൾ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു റസ്കോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആ കഴിക്കുന്നതും ചേർത്തിട്ടാണ് കേട്ടോ രാവിലത്തെ ഛർദി എന്ന് പറയുന്നത്. പക്ഷേ എന്നാലും ഞാൻ കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം കാലത്തൊന്നും കഴിക്കാതെ ഛർദ്ദിക്കാൻ നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഓക്കാനം വരികയും അതുപോലെ തന്നെ തൊണ്ട പൊട്ടുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് ഇതും ചേർത്തിട്ട് ഛർദ്ദിക്കുമ്പോൾ ഒരു വെള്ളമെങ്കിലും പോകുന്നുണ്ടല്ലോ. അപ്പോൾ രാവിലത്തെ ഒരു ഛർദി കഴിഞ്ഞിട്ടുള്ള നിപ്പാണ് കേട്ടോ ഇത്. ഇനി ഭയങ്കര ടയേർഡായിരിക്കും ഇനി അങ്ങോട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇനി കാലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് സാമ്പാറും അതുപോലെ തന്നെ ഇഡ്ഡലി ആക്കാമെന്ന് വിചാരിച്ചു. കാലത്ത് സാമ്പാറാവുമ്പോൾ ഉച്ചയ്ക്ക് ചോറിനും കൂടെ എടുക്കാമല്ലോ. അടുത്തായിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ കുക്കിംഗ് എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ എനിക്ക് ഒന്നിൻ്റെയും സ്മെല്ല് എനിക്ക് തീരെ പറ്റുന്നില്ല. പലപ്പോഴും മൂക്കൊക്കെ പൊത്തി പിടിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ നിന്നിട്ട് കുക്ക് ചെയ്യുന്നത്. ഛർദിയും ക്ഷീണവും ഈ കുക്കിങ്ങും എല്ലാം കൂടെ കഴിയുമ്പോഴേക്കും വൈകുന്നേരം ആകുമ്പോഴേക്കും തീരെ വയ്യാതാവും കേട്ടോ പല ദിവസങ്ങളിലും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ നമ്മളിത് ചെയ്തല്ലേ പറ്റുള്ളൂ. നമ്മൾ ശരിക്കും പാലക്കാടാണ് നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ്. കാരണം ഹസ്ബൻഡിന് വർക്ക് ഇവിടെ ആയതുകൊണ്ട് തന്നെ ഞാനും ഒരു 3-4 മാസം മുമ്പാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനിയുള്ള ട്രാവലിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഫാമിലീസിനും വന്ന് നിൽക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഞാനിത് ഹാൻഡിൽ ചെയ്തേ പറ്റുള്ളൂ. ഭക്ഷണത്തോടുള്ള താല്പര്യക്കുറവ് തന്നെയാണ് കേട്ടോ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത്. വിചാരിക്കുന്ന പോലെ ഒന്നും നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്നില്ല. മുൻപൊക്കെ 4-5 ഇഡ്ഡലിയൊക്കെ സുഖമായിട്ട് കഴിച്ചിരുന്ന ഞാൻ ഇപ്പോൾ 2 ഇഡ്ഡലി കഴിക്കണമെങ്കിൽ തന്നെ മാക്സിമം സ്ട്രഗിൾ ചെയ്തിട്ടാണ് അത് അകത്തോട്ട് പോകുന്നത്. മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാതെ ആവുമ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും വിശക്കാനായിട്ട് തുടങ്ങും. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പോഴും നമുക്ക് വിചാരിച്ച പോലെ കഴിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഞാനിപ്പോൾ ഫ്രൂട്ട്സാണ് കൂടുതലും കഴിക്കാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ ഇത്രയും ദിവസം വരെ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഛർദി ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴും ഛർദി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു ഓറഞ്ച് എടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു പേരയ്ക്ക വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ എടുത്ത് കഴിച്ചു ഞാൻ. പക്ഷേ കാര്യമില്ല, അത് രണ്ടും ഛർദ്ദിച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഈവനിങ് സമയമൊക്കെ ആയപ്പോൾ ഞാനൊരു ഐസ്ക്രീം എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. വായൊക്കെ അത്രയ്ക്ക് കശപ്പായിരുന്നു. രാത്രിയായപ്പോൾ ഞാൻ കുറച്ച് പയറും കഞ്ഞിയാണ് കേട്ടോ കഴിച്ചത്. കാരണം ഈ പ്രഗ്നൻസി ടൈമിൽ കഞ്ഞിയും പയറെന്ന് പറയുന്നത് അമൃതിന് തുല്യമാണ് കേട്ടോ എനിക്ക്.